സോ ഗൈസ്, അടുത്ത പ്ലേസ് നമ്മൾ വന്നിട്ടുള്ളതാണ് സീ ഹാരിയർ മ്യൂസിയം. ഇവിടെ ഞാനൊരു 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം അകത്തേക്ക് പോവാണ്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഫൈറ്റർ ജെറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കുതിരയും സ്റ്റാച്യു, ഒരു വൈറ്റ് ടൈഗറിൻ്റെ സ്റ്റാച്യു ഉണ്ട്. കുറേ അഡ്മിറൽസും ഇത് സീഹോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ്. ഇത് നമ്മുടെ അടുത്ത ഫൈറ്റർ ജെറ്റിൻ്റെ പാർട്സും, ഇത് അവരുടെ ബ്ലാക്ക് ബോക്സ്, ഇതാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ MiG-21 എന്ന് പറയുന്ന ജെറ്റ്. ഇതാണ് നമ്മുടെ മാർട്ടിൻ ബേക്കറിൻ്റെ MK-10 ഇജക്ഷൻ സീറ്റ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഫൈറ്റർ ജെറ്റൊക്കെ ക്രാഷ് ആകുമ്പോൾ ഈ ഒരു കാർ സീറ്റിൽ ഇരുന്ന് പൈലറ്റ്സിനൊക്കെ രക്ഷപ്പെടാം. അതിൻ്റെ ഓരോ പാർട്സും എല്ലാണിത്. ഈ കാണുന്നതാണ് നമ്മുടെ INS വിറാട്ടിൻ്റെ ഒരു മോഡൽ. ഈ പിക്കാണ് നമ്മുടെ INS വിറാട്ട്. ഇതിന് പറയുന്നതാണ് ത്രസ്റ്റ് വെക്ടർ കൺട്രോളർ. ഇത് നമ്മുടെ ഒരു എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ജെറ്റിൻ്റെ എൻജിൻ്റെ പാർട്സാണ്. പെഗസസ് എൻജിൻ എന്ന് പറയും. MK-151-32. ഇതാണ് ഗൈസ് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റിൻ്റെ എൻജിൻ. കാണുന്നത് നമ്മുടെ പെഗസസ്, റോൾസ് റോയ്സിൻ്റെ പെഗസസ് എഞ്ചിനാണ്. ഇതും നമ്മുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ഓരോ പാർട്സ്. ഈ കാണുന്നതാണ് നമ്മുടെ നേവിയുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ഫിൻസ്. ഇതാണ് നമ്മുടെ ടെയില്. ഇത് പല പാർട്സൊക്കെയാണ്. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ യൂണിഫോം, നമ്മുടെ എയർഫോഴ്സിൻ്റെ ഒക്കെ യൂണിഫോം.
ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലൂ ഫോക്സിൻ്റെ റഡാർ സിസ്റ്റം. ഇതിൻ്റെ ഒറിജിൻ യുണൈറ്റഡ് കിങ്ഡം ആണ്. 1979 എയർബോൺ റഡാറാണ് ഇതെല്ലാം. ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇവിടെ തൂക്കി വെച്ചേക്കുന്നത്. ഇത് ഒറിജിനൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സീഗൽ മിസൈൽ ലോഞ്ചർ. നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് മിസൈൽ ലോഞ്ച് ചെയ്യുന്നതാണിത്. കാണുന്നതാണ് ബോംബ് കാരിയർ. ഇത് അതിൻ്റെ ടയേഴ്സ് എല്ലാം. ഇതും നമ്മുടെ INS വിറാട്ടിൻ്റെ ഒരു പാർട്ടാണ്. ഈ കാണുന്നതെല്ലാം ആക്സസ് പാനൽസ് ആണ്. ഓയിൽ കൂളർ അസംബ്ലി, ഓക്സിജൻ സ്റ്റോറേജ് ബോട്ടിൽസ്, ഇതൊക്കെയാണ് നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ്. ഇത് പൈലറ്റ്സ് ഒക്കെ ഇരിക്കുന്ന സീറ്റാണ്. ഇതാണ് നമ്മുടെ INS വിക്രാന്തിൻ്റെ ഒരു മോഡൽ. ഈ കാണുന്നതാണ് ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് ബോംബ് വെക്കും, എന്നിട്ട് എനിമി ടാർഗറ്റ്സിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലക്ഷ്യ എന്ന് പറയുന്ന ഡ്രോൺ.